ശരിക്കും പറഞ്ഞ ഈ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ റീടേക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ രസം. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയമല്ല നമ്മൾ അന്ന് സംസാരിച്ചതും. പക്ഷെ സംസാരിച്ചത് പ്രോപ്പറായിട്ട് റെക്കോർഡായില്ല, അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ആ എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവേണ്ട കാര്യമില്ലെങ്കിലും ഇതൊരു റീടേക്ക് ആണ്. അപ്പോൾ തുടങ്ങല്ലേ? അപ്പൊ തുടങ്ങാം. അപ്പോൾ ശരിക്കും നമ്മളന്ന് AI പറ്റി ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ റിയാസിന്റെ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എത്തി. റിസർച്ചിലേക്ക് അപ്പോൾ എത്തി. റിസർച്ചിലേക്ക് എത്തി. അപ്പോൾ അന്ന് നമുക്ക് യെസ്. പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടു മച്ച് റിവീൽ ചെയ്തു. അതായത് ചില ടെക്നിക്കൽ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാൻ പാടില്ലാത്ത ഡീറ്റെയിൽസ് റിവീൽ ചെയ്തു എന്നുള്ളതായിരുന്നു. അതെ അതെ അപ്പോൾ അതെ. അപ്പോൾ അത് നമുക്കിന്ന് മനസ്സിൽ വെക്കാം. അപ്പോൾ ശരിക്ക് എന്താണ്, അപ്പോൾ റിയാസിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം അത് +1 +2 സമയത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ കാലഘട്ടം പോയി. അപ്പോൾ +2 ശേഷം എന്തൊക്കെയാണ് പഠിച്ചത്, അതിന് എങ്ങനെ ഇവിടേക്ക് എത്തി? പ്ലസ് ടുവിന് ശേഷം ഞാൻ BA മലയാളം, എനിക്ക് ലിറ്ററേച്ചർ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ BA മലയാളം എടുത്തു. BA മലയാളത്തിന് ശേഷം ഒരു നീണ്ട ഗ്യാപ്പ്. ആ ഒരു ഗ്യാപ്പിൽ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ചില പത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. പിന്നെ എങ്ങനെയോ വീണ്ടും പഠിക്കണം എന്നുള്ള ഒരു മോഹം. പണ്ട് മുതലേ പഠിക്കണം, തുടർന്ന് പഠിക്കണം എന്നുള്ളൊരു മോഹമുണ്ട്. അതായത് ഈ മാധ്യമ പ്രവർത്തനം ചെയ്യുമ്പോഴും എനിക്ക് പഠിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. ആ ഒരു മോഹത്തിന്റെ ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു, 2022 മലയാള സർവകലാശാലയിൽ MA മലയാളം കൾച്ചറൽ ഹെറിറ്റേജ് അഥവാ സംസ്കാര പൈതൃകം എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ചേർന്നു. ഒരു സവിശേഷ കോഴ്സാണിത്. ആഹ് അതായത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് വന്ന കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു പുതിയ പഠന രീതി. ആ ഒരു പഠന രീതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കോഴ്സിലാണ് ഞാൻ ചേർന്നത്. അത് വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ ഒരു ഗവേഷകനാകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് റിസർച്ച് PhDക്ക് ജോയിൻ ചെയ്തത്. ശരിക്കും അതൊരു പുതിയ യൂണിവേഴ്സിറ്റി അല്ലേ? അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? യൂണിവേഴ്സിറ്റി ഏകദേശം 10 വർഷമായിട്ടുള്ളൂ. ഏകദേശം ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റീസും കേരളത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മലയാളം യൂണിവേഴ്സിറ്റി, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മലയാളം എന്ന് പറയുന്ന സാഹിത്യ വിഷയം അല്ലെങ്കിൽ ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല. അവിടെ മലയാളം മാധ്യമമായിട്ട്, മീഡിയമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റിയിലെ MSc വരെയുള്ള കോഴ്സുകളുണ്ട്. MSc അടക്കം മീഡിയം മലയാളത്തിലാണ് പഠിക്കുന്നത്. PhD ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാം മലയാളത്തിലായിരിക്കും. അതായത് ഇവിടെ ലക്ഷ്യമാക്കുന്നത് മലയാളത്തെ ഒരു ശാസ്ത്ര ഭാഷയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ ഓക്കെ. ഇംഗ്ലീഷ് ആണല്ലോ കുറെ കൂടി ശാസ്ത്രത്തോട്, സയൻസിനോട് റിലേറ്റ് ചെയ്യുന്നത്. മലയാള യൂണിവേഴ്സിറ്റി ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ഭാഷ, മലയാളത്തിനും കൂടി സാങ്കേതികമായിട്ടുള്ള കുറെ പദാവലികൾ ഉണ്ടാവുക, മലയാള ഭാഷയെ ഒന്ന് വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ MSc പോലുള്ള കോഴ്സുകളുണ്ട്, BSc പോലുള്ള കോഴ്സുകളുണ്ട്, പിന്നെ BA MA കോഴ്സുകളുണ്ട്. അതുപോലെ സോഷ്യോളജി, ഹിസ്റ്ററി, ഫിലിം സ്റ്റഡീസ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫിലിം സ്റ്റഡീസ് ഒരു MA സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് മലയാള സർവകലാശാല ആയിരിക്കും. അതുപോലെ തന്നെ MCJ മീഡിയ, അങ്ങനെ വെറൈറ്റി വെറൈറ്റി കോഴ്സുകളുണ്ട്. അതിനു പുറമെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട സാഹിത്യ പഠനം, സാഹിത്യരചന പോലുള്ള MA മലയാളം ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. കാരണം വിപുലമായ ലൈബ്രറി, നല്ല അധ്യാപകര്, ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷം. അപ്പൊ ഒരു അക്കാഡമിക് താല്പര്യം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. പിന്നെ PhD എടുക്കണം. ആ PhDയിലൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റണം. അതായത് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം, മാനവിക വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ലക്ഷ്യം. ഇതിനുശേഷം എനിക്ക് പല പ്ലാനുകളുണ്ട് ഫ്യൂച്ചർ. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത്, അറിയാതെ ഡിസ്കസ് ചെയ്തൊരു ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു. മലയാളത്തിന്റെ ഈ ഒരു ഏരിയയിൽ PhD ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പൊ കൂടുകയാണോ കുറയാണോ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ വളരെ കൂടുതലായിട്ട് വരികയാണ്. കാരണം ഒരുപാട് സാധ്യതകളുണ്ട് മലയാളത്തിൽ. മലയാളം ലിറ്ററേച്ചർ ആയാലും, പിന്നെ പോസ്റ്റ് മോഡേണിസത്തിന്റെ വരവോടുകൂടി ഒരു അന്തർവൈജ്ഞാനികമായിട്ടുള്ള, ഇന്റർ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ആഹ് ഈ ഇപ്പൊ റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റുഡൻസിന് AI യൂസ് ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ടോ? അത് അലൗഡ് ആണോ? അലൗഡ് ആണെങ്കിൽ ഏത് ലെവൽ വരെ ഉപയോഗിക്കാം?
നമുക്ക് ഈ റിസർച്ച് സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും AI യൂസ് ചെയ്യാൻ പറ്റും. കാരണം റിസർച്ചിന് വേണ്ടിയിട്ടുള്ള തിയറികൾ, അതുപോലെ തന്നെ പൂർവ്വ പഠനങ്ങൾ, മുൻപുണ്ടായിരുന്ന അപ്പോൾ നമ്മുടെ സർവേ ഒക്കെ നടത്തേണ്ടതായിട്ട് വരും, ലിറ്ററലി സർവേ ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അപ്പോ അതിന് വേണ്ടിയിട്ട് AI നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ AI യിലുള്ള കാര്യങ്ങൾ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ആ AI-നോട് അതിന്റെ എന്താ സോഴ്സ് ചോദിക്കാം. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഗെയ്സ് എന്ന് പറയുന്ന ഒരു വിഷയം. ഗെയ്സ് എന്ന് പറഞ്ഞാല് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഗെയ്സ്, നോട്ടം എന്നാണ് അതിന്റെ നോട്ടം. അർത്ഥം. അപ്പൊ ലോറ മൾവിയുടെ ഗെയ്സ് എന്ന് പറയുന്ന വിഷയം ഞാൻ എന്ത് ചെയ്തു, AI-നോട് ചോദിച്ചു. AI എനിക്ക് ഉത്തരം തന്നു. അത് ഞാൻ പകർത്തി എഴുതാൻ പാടില്ല. ഞാൻ ആ AI-നോട് ചോദിച്ചത്, നിനക്ക് താങ്കൾ എവിടുന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? അത് AI ഒരു ഡാറ്റ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ സോഴ്സ് ഞാൻ ചോദിക്കുക. ആ സോഴ്സ് ഞാൻ തന്നാൽ ആ സോഴ്സ് ഞാൻ പരിശോധിക്കുക. പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം എന്റേതായ ഒരു ഭാഷ ഇതിലൂടെ ഞാൻ എന്ത് ചെയ്യണം, എഴുതണം. അല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. കോപ്പി പേസ്റ്റ് ചെയ്താലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്മിഷന്റെ സമയത്ത് പ്ലേജറിസം ചെക്ക് ചെയ്യും. പ്ലേജറിസം ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും തിസീസുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും, തിസീസ്, ഫൈനൽ തിസീസ് തള്ളപ്പെടും. അപ്പൊ നമ്മൾ 4 വർഷം 5 വർഷം കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ ആ ഒരു തിസീസിന് വാല്യൂ ഇല്ലാതായിട്ട് മാറും. ആ വിലപ്പെട്ട 5 വർഷം പോവാന്ന് പറഞ്ഞാൽ വലിയൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ AI ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. AI തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അപ്പോൾ കണക്ടിങ് പേപ്പേഴ്സ് ഒരു AI ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഒരു വിഷയം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗെയ്സുമായി ബന്ധപ്പെട്ട ആരെങ്കിലും PhD-യോ അല്ലെങ്കിൽ മറ്റ് തിസീസോ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി, അക്കാഡമിക് തീസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്ടിങ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞ AI നമുക്ക് കാണിച്ചു തരും. ഓരോരോ വർഷത്തിൽ അതിന്റെ സൈറ്റ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ഏത് ജേണലാണ് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരും. അതൊക്കെ ഒരു PhD അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഉപകാരമാണ്. അപ്പോൾ റിയാസ് യൂഷ്വലി യൂസ് ചെയ്യണ AI ടൂൾസ് ഏതൊക്കെ? ഇപ്പൊ കണക്റ്റഡ് പേപ്പേഴ്സ് പറഞ്ഞു, അതല്ലാതെ? കണക്ടിങ് പേപ്പേഴ്സ്, ChatGPT, ജെമിനി AI, ഡീപ് സീക്ക്, അതുപോലെ തന്നെ മെറ്റ AI, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മലയാളത്തിന് ഏതൊക്കെ ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ, കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള? ഇപ്പൊ മലയാളത്തിലാണല്ലോ PhD ചെയ്യുന്നത്. മലയാളത്തിനൊരു കൂടുതലായിട്ട് മെച്ചപ്പെട്ടിട്ടില്ല. അതിന്റെ ഭാഷാ പ്രയോഗമാവട്ടെ, അല്ലെങ്കിൽ ഗ്രാമർ ആയിട്ട് ബന്ധപ്പെട്ടതാവട്ടെ, അല്ലെങ്കിൽ ഡാറ്റയുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല AI. ഇനി പൊതുവെ ജെമിനി AI ഒരു തരക്കേടില്ലാത്ത മലയാളത്തിൽ പറ്റുന്ന ഒരു AI ആണ്. ഞാൻ പൊതുവെ ഇംഗ്ലീഷിൽ തന്നെയാണ് സെർച്ച് ചെയ്യാറ്. ഇംഗ്ലീഷ് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മലയാളത്തിലോട്ട് മാറ്റും. വേറെ വഴിയില്ല. ഇപ്പൊ ChatGPT ആവട്ടെ ഇംഗ്ലീഷിൽ ചോദിക്കും. ടെക്നിക്കലി പറഞ്ഞത് പ്ലേജിയറിസം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഉം. എന്താ പറയാ, അതിന്റെ ഒരു നമ്മൾ അതിന്റെ ഒരു എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു അക്കാഡമിക് റീസൺസ് വെച്ച് നോക്കുമ്പോൾ AI ഏത് പരിധി വരെ, റിയാസിന്റെ ഒരു ഒപ്പീനിയനിൽ AI ഏത് പരിധി വരെ ഉപയോഗിക്കാം? നമ്മളുടെ ഡിസിഷൻ, അതായത് നമ്മളായിട്ട് ചൂസ് ചെയ്യണത്, നമ്മുടേതായ ഒരു ഡിസിപ്ലിനിൽ നമ്മൾ എവിടെ വരെ AI യൂസ് ചെയ്യണം, എവിടെ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, തിയറീസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് AI ഉപയോഗിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ AI തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജെന്നി പോലുള്ള AI വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു PhD thesis ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. സൈറ്റേഷൻ അടക്കം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരു എത്തിക്സിനെതിരാണ്. പിന്നെ അത് മാത്രമല്ല, ജെന്നി പോലുള്ള സംഭവങ്ങൾ ജെന്നിയാണ് അത് എഴുതി തരുന്നത്, നമ്മളല്ല. എന്റെ ആശയങ്ങളാണ് എന്റെ തീസീസ്, അല്ലേ? അല്ലാതെ ജെന്നി കൊണ്ടുവരുന്ന ആശയങ്ങൾ ചിലപ്പോ ഏഹ്, യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എത്തിക്സിനെതിരുവാണത്. AI ഉപയോഗിച്ചപ്പോ ഡീപ് സീക്ക്, ഡീപ് റിസർച്ച്, ChatGPT ഡീപ് ഡീപ് റിസർച്ച്. റിസർച്ച് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രബന്ധമൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ എത്തിക്സിന് അത് എതിരാണ്. സ്വാഭാവികമായിട്ട് തിയറി പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം, പഠിക്കാനുള്ള ഒരു സെർച്ച് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്യാൻ വേണ്ടി, കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് AI നമുക്ക് ഉപയോഗിക്കാന്നല്ലാതെ ആ AI ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു റിസർച്ച് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഡെഫിനറ്റ്ലി അത് പിടിക്കപ്പെടുകയും ചെയ്യും. അന്നൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഒരിക്കലും. പറഞ്ഞില്ലേ, ഒരു ഒരു ഒരു
ഒരു സ്ഥലത്ത് പിടിക്കപ്പെട്ട ഒരു സംഭവത്തിനെ പറ്റി പറഞ്ഞിട്ട്, ആ കൊൽക്കത്തയിലോ എവിടെ? ബംഗാളില് ഇതേപോലെ, കൊൽക്കത്തയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അതെന്തായിരുന്നു? ഇതേപോലെ തന്നെ. ഞാൻ ഒരു ആ, ഈ അടുത്ത കാലത്ത് തന്നെ റീസെന്റ് ആയിട്ട് തന്നെ ഇതേപോലെ ഈ AI ഉപയോഗിച്ചിട്ട് ഒരു പേപ്പർ തയ്യാറാക്കിയ, ജേണൽ തയ്യാറാക്കി അത് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AI നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് AI ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറും ഉണ്ട്. ഒരു കാര്യത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പിടിക്കപ്പെടുന്ന 100% ഉറപ്പാണ്. ഞാനിപ്പോ AI വെച്ചിട്ട് ഇപ്പൊ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു തിസീസ് എഴുതിയാലും അത് ചെക്ക് ചെയ്യാനുള്ള ടൂളുകൾ വേറെയുണ്ട്. AI തന്നെയുണ്ട്. അപ്പൊ AI തന്നെ ഉണ്ട്. ചാറ്റ് GPT ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ചാറ്റ് ജി പി ടി, ജെമിനായി, ക്ലോഡൊക്കെ ആളുകൾക്ക് ഇപ്പൊ പരിചയമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ കണക്റ്റിംഗ് പേപ്പർ, എനിക്കത് പുതിയ അറിവാ. ഞാൻ കണക്റ്റിംഗ് റിസർച്ച് പേപ്പേഴ്സ്. ചെയ്തിട്ടില്ല. ഞാൻ PG വരെ, ഞാൻ എന്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ PG വരെ ഞാൻ പോയിട്ടുള്ളൂ. അപ്പൊ അത് ശരിക്കും കണക്റ്റഡ് പേപ്പേഴ്സ് അല്ലെങ്കിൽ കണക്റ്റഡ് പേപ്പേഴ്സ് എന്നാണോ കണക്റ്റിംഗ് പേപ്പേഴ്സ്, അതെന്താ അതിനെ പറ്റി കൂടുതൽ പറയാം? കണക്റ്റഡ് പേപ്പേഴ്സ്. ഓക്കെ. കണക്റ്റഡ് അതൊരു AI പേപ്പേഴ്സ് ടൂളാണോ? ഒരു എന്താ അത് AI ശരിക്കും? ടൂളാണ്. AI ടൂളാണ്. അതായത് നമുക്കൊരു ഒരു കാര്യം, ഒരു വിഷയം അത് സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോ ഫൂക്കോയെ കുറിച്ചിട്ട്, മിക്കേൽ ഫൂക്കോ എന്ന് പറയുന്ന സ്കോളറിനെ കുറിച്ചിട്ട്, തിങ്കറിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ആരെങ്കിലും തിസിസ് എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ അതിനോട് ചോദിച്ചാൽ അത് ലോകം മുഴുവനുള്ള ഡാറ്റ ഉണ്ടാവുമല്ലോ. ഇപ്പൊ യൂണിവേഴ്സിറ്റീസിലൊക്കെ തിസീസുകൾ തീർച്ചയായിട്ടും ഇപ്പോ ഇന്ത്യയിൽ ഇപ്പൊ ഒരാൾ ഒരു UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്താൽ അത് ശോധ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും, കേന്ദ്ര ഓക്കെ. സർക്കാരിന്റെ UGC. അതുപോലെ തന്നെ ലോകത്തിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ ആ യൂണിവേഴ്സിറ്റീസിൽ ആരൊക്കെ PhD ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം ഫിസീസ് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ സൈബർ സ്പേസിൽ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ കണക്റ്റിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് സെർച്ച് ചെയ്യും. ഈ വിഷയത്തിൽ കീവേഡ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യുകയും എന്നിട്ട് ആ കീവേഡിന്റെ റിസൾട്ട് നമുക്ക്, ആ ഡാറ്റ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. എങ്ങനെ? വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ അത് ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. റിസർച്ചർ എന്ന് ഉം. പറഞ്ഞാല് ഒരു കാര്യം എവിടെ നിർത്തിയോ അവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. റീസെർച്ച് ആണ്, അഥവാ വീണ്ടും സെർച്ച് ചെയ്യുകയാണ്. അപ്പൊ ഒരു ഇതുവരെ ആരൊക്കെ പഠനം നടത്തി, ആ പഠനത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് വന്നു, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്റേതായ ഓരോ നിഗമനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോ ആ നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു അറിയാനുള്ള ഒരു മാർഗമാണ് കണക്റ്റിംഗ് ഏരിയ. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഹൈപ്പോത്തിസിസ് എത്രമാത്രം ശരിയാണ്, എന്റേതായ ഹൈപ്പോത്തിസിസ് എത്രമാത്രം ശരിയാണെന്ന് പരിശോധിക്കാനുള്ള ഒരു ടൂളാണ് സത്യത്തിൽ കണക്റ്റിംഗ് പേപ്പേഴ്സ്. അക്കാഡമിക് പർപ്പസിനാണ് കൂടുതൽ ആളുകൾ അത് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ കൂട്ടത്തിൽ AI കണക്ട് ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡ് AI പറ്റി സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അതിനൊരു പ്രില്യൂഡ് നമുക്ക് കൂടി ഇട്ട് വെക്കാം. അപ്പോൾ AI Yes. പലതരത്തിൽ നമുക്ക് AI മോഡൽസിനെ, ഇപ്പൊ നമുക്ക് AI എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിൽ ചാറ്റ് GPT ആണ്. ജെമിനായി യൂസ് ഉം. ചെയ്യണവരുണ്ട്, ക്ലോഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഏഹ് റിയാസ് പറഞ്ഞ പോലത്തെ ഏഹ് ചില ആൾക്കാർ മാത്രം യൂസ് ചെയ്യണ AI ടൂൾസ് അങ്ങനെയൊക്കെ ഉണ്ട്. Yes. ഉം. AI പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഒരു ആസ്പെക്റ്റിൽ നോക്കിയാൽ, അതായത് AI അതിൻ്റെ ഒരു ഓട്ടോണോമസ് നേച്ചർ, അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് നേച്ചർ, അതിനൊക്കെ വെച്ചൊരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ AI നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏജന്റിക് AI അല്ലെങ്കിൽ നോൺ ഏജന്റിക് AI. അപ്പോൾ അത് ഓക്കെ. നമ്മൾ ഇപ്പം ഇന്ന് നമ്മൾ എന്തായാലും അത് ഫുള്ളി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ രണ്ടുപേരും അതിൽ കവർ ബിഗിനേഴ്സ് ചെയ്യാം. മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും. ഏജന്റിക് AI, ഇപ്പൊ നോൺ ഏജന്റിക് AI എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചാറ്റ് GPT തന്നെ ഏജന്റിക് ആയിട്ടും നോൺ ഏജന്റിക് ആയിട്ടും യൂസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടി നമ്മൾ ചാറ്റ് GPTയോട് ചോദിക്കുമ്പോൾ അത് ഒരു നോൺ ഏജന്റിക് മോഡാണ്. കാരണം അതിന് അറിയാവുന്ന ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതേസമയം ചാറ്റ് GPT വച്ച് നമുക്ക് ഡീപ്പ് റിസർച്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മളായിട്ട് പല പല വെബ്സൈറ്റിൽ പോയിട്ട് ഡാറ്റ ശേഖരിച്ച് കൊണ്ടുവന്ന് ഒരു ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ചാറ്റ് GPTയെ കൊണ്ട് ഈ കണ്ട ആർട്ടിക്കിളുകൾ മുഴുവൻ, ഈ കണ്ട വെബ്സൈറ്റുകൾ മുഴുവൻ യാത്ര ചെയ്യിപ്പിച്ച് അത് സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് തരുന്നത്, ഒരു ഒരു ഏരിയ ഉണ്ട് അതിന്, ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട്. ആ Yes. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അത് ഏജന്റിക് AI ആണ്.
ആ പേര് പറയണ പോലെ തന്നെ നമ്മുടെ ഏജന്റ് ആയിട്ട് എ ഐ വർക്ക് ചെയ്യാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അത് ചെയ്തു തരികയാണ്. അപ്പൊ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില ആ, ചില പേയ്മെന്റ് ഇതൊക്കെ എ ഐ തന്നെ ചെയ്യുമോ, അങ്ങനെ ചെയ്താൽ അവിടെ എന്തെങ്കിലും എറർ വന്നാൽ ആര് സെക്യൂരിറ്റി ആയി റെസ്പോൺസിബിലിറ്റി ബന്ധപ്പെട്ട ഏറ്റെടുക്കും? സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട്. തീർച്ചയായും. അപ്പോൾ അതെന്തായാലും നമുക്ക് അടുത്തിൽ ഡിസ്കസ് ചെയ്യാം.